അസ്സലാമു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു പുതിയ ബീഫ് മക്രോണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. എന്നാൽ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. ശുദ്ധമായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വലിയുള്ളി നന്നായിട്ട് ചുവന്ന് വരുമ്പോഴേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അത് നന്നായിട്ട് വാടട്ടെ, മൂടി വെക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെക്കാം. കാരണം മക്രോണി നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്, ബീഫും ഉപ്പിട്ട് തന്നെ വേവിക്കുന്നത്. അപ്പോൾ ഉപ്പ് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. മക്രോണി മസാല, ഞാൻ മക്രോണീൻ്റെ പാക്കറ്റ് വാങ്ങിയത് ഇൻസ്റ്റൻറ്റിൻ്റെതായതുകൊണ്ട് മാഗി ക്യൂബും മക്രോണി മസാലയൊക്കെ അത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാഗി മസാല ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം. അപ്പം ഇതുണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇടാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കോളിഫ്ലവർ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. ഒന്ന് വാടിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്കതിലേക്ക് പാർന്നു കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് മതി. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെക്കാം. ഫ്ലവർ കുറച്ച് വേവുള്ളതായതുകൊണ്ട് ഒന്ന് വേവുന്നത് വരെ നമുക്ക് മൂടി വെക്കാം. ഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫാണ്. നന്നായിട്ട് ഇളക്കാം.
ഇളക്കി കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ പാകത്തിന് നമുക്ക് ആ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നല്ല ആഡായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം സോസ് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റൊക്കെ